ഒരു വ്യക്തിക്കോ ബിസിനസ്സിലോ എത്ര രൂപ ക്യാഷ് ആയിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കള്ളപ്പണം നിയന്ത്രിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഗവൺമെൻറ്റിനുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇൻകം ടാക്സിലെ ഈ സെക്ഷൻസ് പരിശോധിക്കാം. ആദ്യമായിട്ട് നമുക്ക് സെക്ഷൻ 269 പരിശോധിക്കാം. ഈ സെക്ഷൻ പ്രകാരം ഒരാൾക്ക് ലോണായിട്ടോ ഡെപ്പോസിറ്റോ ആയി ക്യാഷോ ബെയർ ചെക്കോ മുഖേന സ്വീകരിക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് 20,000, അതായത് 20,000 രൂപ മാത്രമാണ്. ഈ ബാങ്ക് അക്കൗണ്ട് വഴിയോ ഇല്ലെങ്കിൽ UPI വഴി ഇല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് മോഡ് വഴിയോ ക്രോസ് ചെക്ക് DD ഇതൊക്കെ വഴി നമുക്ക് ഇതിൽ കൂടുതൽ സ്വീകരിക്കാവുന്നതാണ്. ക്യാഷ് ഡെപ്പോസിറ്റിന് മാത്രമേ ഈ പറയുന്ന റെസ്ട്രിക്ഷൻ ഉള്ളൂ. ഇത് വ്യക്തികൾക്കും HUF എന്ന് പറഞ്ഞാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അതുപോലെ ബിസിനസ്സുകൾക്കും എല്ലാം ബാധകമാണ്. നമ്മൾ ചെക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബെയർ ചെക്ക് എന്ന് പറഞ്ഞു. ബെയർ ചെക്ക് എന്ന് പറഞ്ഞാൽ ക്രോസ്ഡ് അല്ലാത്ത ചെക്ക്. അത് ആർക്ക് വേണമെങ്കിലും മാറാം. ബെയർ ചെക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോയി മാറാവുന്നതാണ് ബെയർ ചെക്ക്. ഓക്കെ, അത് ക്യാഷ് പോലെ തന്നെയാണ്. ആരാണ് മാറുന്നതെന്ന് എന്ന കാര്യം അറിയാൻ പറ്റില്ല, ബാങ്കിൻ്റെ അക്കൗണ്ടിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ക്രോസ്ഡ് അല്ലാത്ത ബെയർ ചെക്കുകൾ ഈ കാറ്റഗറിയിൽ പെടുത്തത്, ബാങ്ക് ട്രാൻസാക്ഷൻ്റെ കൂട്ടത്തിൽ പെടുത്താത്തത്. മറ്റുള്ള എല്ലാ ട്രാൻസാക്ഷൻസിലും ബാങ്ക് വഴിയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് ആര് കൊടുത്തു ആര് വാങ്ങിച്ചു എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് ലോൺ കൊടുക്കണം, അല്ലെങ്കിൽ ഒരാൾ നമ്മളടുത്ത് കടം ചോദിച്ചു. അപ്പോൾ ഇപ്പം 30,000 രൂപ നമ്മളടുത്ത് കടം ചോദിച്ചു. അപ്പോൾ നമ്മളത് ക്യാഷായിട്ടൊക്കെ കൊടുക്കാൻ പറ്റില്ല. ക്യാഷായിട്ട് നമുക്ക് കൊടുക്കാൻ, ഒരാൾക്ക് ലോൺ കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം 20,000 രൂപ വരെ കൊടുക്കാൻ പാടുള്ളൂ. 30,000 രൂപ കൊടുക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് UPI വഴി കൊടുക്കാം. UPI വഴി നിങ്ങൾക്ക് മാക്സിമം 50,000 വരെ ടാക്സബിൾ അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് UPI വഴി ചെയ്താലും അത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് അത് ഇഷ്യൂ അല്ല. അതുപോലെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ഇല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളിൽ നിന്ന് പണം വാങ്ങിക്കുന്നതും എല്ലാം ഇതിനകത്ത് പെടുന്നതാണ്. ലോണായിട്ട് കൊടുക്കുകയോ ഡെപ്പോസിറ്റ് ചെയ്യുകയോ എന്ത് ചെയ്യുന്നതും ഇതെല്ലാം 20,000 മുകളിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കരുതും നമുക്ക് 1 lakh 1,00,000 രൂപ ലോൺ വേണം, അല്ലെങ്കിൽ ആ ലോൺ 1,00,000 രൂപ 20,000 വെച്ചിട്ട് 5 പ്രാവശ്യമായിട്ട് വാങ്ങിച്ചാൽ പോരെ എന്ന് തോന്നും. അത് സാധ്യമല്ല. 1,00,000 രൂപ ലോണ് 20,000 അല്ലെങ്കിൽ അതിന് താഴെയുള്ള ക്യാഷ് ട്രാൻസാക്ഷനായി കൊടുക്കാനോ സ്വീകരിക്കാനോ പറ്റുകയില്ല. ലോൺ കൊടുക്കുന്നത് മാക്സിമം 20,000 മാത്രമേ ക്യാഷായിട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് സിംഗിൾ ട്രാൻസാക്ഷനായിട്ട് കണക്കാക്കും. ഇപ്പോൾ ഒരാൾ ഒരു 10,000 റുപ്പീസ് ലോൺ എടുത്തു. അതേ ലോണിൻ്റെ മുകളിൽ വേറൊരു ദിവസം അയാൾ ആ ലോണിൻ്റെ മുകളിൽ 15,000 രൂപയും കൂടി വാങ്ങിക്കുവാണെങ്കിൽ ടോട്ടൽ 25,000 ആയി കഴിഞ്ഞു. അത് അങ്ങനെ ക്യാഷായിട്ട് ലോൺ എടുക്കാൻ അത് അലോബിൾ അല്ല. 20,000 താഴെയോ അതിന് ഇക്വലൻ്റോ ആയിട്ടുള്ള ആ പറയുന്ന തുകകൾ മാത്രമേ ക്യാഷ് ട്രാൻസാക്ഷൻ അനുവദിക്കുകയുള്ളൂ. ഇതിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് ഈ റൂൾ വയലേറ്റ് ചെയ്താൽ എത്ര രൂപയാണോ വയലേറ്റ് ചെയ്തത് അത്രയും പെനാൽറ്റി ആയി പിടിക്കാവുന്നതാണ്. നിങ്ങൾ 20,000 മുകളിൽ എത്രയാണോ നിങ്ങൾ ലോൺ എടുക്കുകയോ ഡെപ്പോസിറ്റ് ചെയ്തത് ആ പൈസ എല്ലാം ഇൻകം ടാക്സുകാർക്ക് പെനാൽറ്റി ആയിട്ട് പിടിക്കാം. ഇനി ഇതിൽ വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരു ഇന്ത്യൻ റെസിഡൻറ്റിന് ഒരു NRIയിൽ നിന്നോ ഇല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിനുള്ള വ്യക്തിയിൽ നിന്ന് മാത്രമേ ലോൺ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇനി ഒരു ഇന്ത്യൻ റെസിഡൻറ്റ് ലോൺ കൊടുക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ റെസിഡൻറ്റ്
ഒരു NRI ഫ്രണ്ടിനോ റിലേറ്റീവിനോ പലിശയില്ലാതെ മിനിമം 1 കൊല്ലത്തേക്ക് ലോൺ കൊടുക്കാവുന്നതാണ്. ഇത് ഫെമ, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരവും RBI റെഗുലേഷൻസ് പ്രകാരവും ലിമിറ്റഡ് ആണ്. ഒരു NRI അല്ലെങ്കിൽ PIO എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള റിലേറ്റീവിന് ആണ് ലോൺ കൊടുക്കുന്നതെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മാക്സിമം $2,50,000 US അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ്, അതായത് ഉദ്ദേശം ഒരു 2.5 കോടി രൂപ LRS, അതായത് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരം കൊടുക്കാവുന്നതാണ്. അതുപോലെ ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് ഒരു NRI റിലേറ്റീവിൽ നിന്നും $2,50,000 US കടമായിട്ട് വാങ്ങാവുന്നതാണ്. NRIക്ക് കൊടുക്കാവുന്ന ലോൺ മിനിമം 1 കൊല്ലത്തേക്ക് ആയിരിക്കണം. അത് ഇൻട്രസ്റ്റ് ഫ്രീ ആയിരിക്കണം. പിന്നെ മാക്സിമം നമുക്ക് കൊടുക്കാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ $2,50,000 ആയിരിക്കും. ഈ എമൗണ്ട് ഈ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ്റെ NRE അക്കൗണ്ടിൽ നിന്നോ FCNR അക്കൗണ്ടിൽ നിന്നോ വഴിയാവണം വരുന്നത്. അതുവഴിയാവണം ഈ പറയുന്ന എമൗണ്ട് വരേണ്ടത്. അടുത്ത സെക്ഷൻ 269ST ആണ്. ഈ സെക്ഷൻ പ്രകാരം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ബിസിനസ് ഫേമിന് ഒരു ദിവസം 2 ലക്ഷത്തിൽ കൂടുതൽ തുക മറ്റൊരു വ്യക്തിയിൽ നിന്നും ഒരു ആവശ്യത്തിനായി സ്വീകരിക്കാൻ പറ്റില്ല. ഒരു ആവശ്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ കാര്യത്തിനായി പലവട്ടമായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു ആവശ്യത്തിന് എന്നുള്ള കാര്യം ഇവിടെ എടുത്തു പറഞ്ഞത്. ഇത് സെയിൽ ഓഫ് ഗുഡ്സ് ഇല്ലെങ്കിൽ സർവീസ്, ഇപ്പം നമ്മൾ സാധനങ്ങൾ വിൽക്കാം, സർവീസ് വിൽക്കാം, ഇതിനെല്ലാം ബാധകമാണ്. ഒരു വ്യക്തിയിൽ നിന്നും ഒരു കാര്യത്തിനായി, ഒരു ആവശ്യത്തിനായി അല്ലെങ്കിൽ ഫോർ വൺ ഇവൻറ്റ് ഒരു ദിവസം 2 ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ട് മാക്സിമം എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ വസ്തു വിൽക്കുന്നതാവാം, കാർ വിൽക്കുന്നതാകാം, ഇല്ലെങ്കിൽ ലോൺ റീപേയ്മെൻ്റ് ആകാം, ഇല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ഇവൻറ്റ് മാനേജ്മെൻ്റ് ആകാം. അപ്പോൾ ഇത് എന്ത് തന്നെയായാലും ഇപ്പം നമ്മൾ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരേ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം തന്നെയായിരിക്കും ചിലപ്പം ഭക്ഷണം കൊടുക്കുന്നതും ഇല്ലെങ്കിൽ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുന്നതും. ഇതെല്ലാം കല്യാണം എന്നുള്ള ഒരു ആവശ്യം, ആ ഇവൻറ്റിന് വേണ്ടിയുള്ള ചിലവാണ്. അതുകൊണ്ട് അത് ഒരു ഇവൻ്റായിട്ട് കണക്കാക്കുകയുള്ളൂ. അത് 2 ലക്ഷത്തിന് മുകളിൽ കൊടുക്കാൻ പറ്റില്ല. അത് പലപ്പോഴായിട്ട് പോലും അത് കൊടുക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ പ്രശ്നം. കല്യാണം എന്നുള്ള ഇവൻറ്റിന് വേണ്ടി ആകുമ്പോൾ അത് പലപ്പോഴായിട്ട് പോലും നിങ്ങൾ ഡിവൈഡ് ചെയ്തും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പം പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം നോക്കുക, സ്വർണ്ണക്കട. ഇപ്പോൾ സ്വർണ്ണക്കടയിൽ പോയിട്ട് നമ്മൾ സ്വർണം വാങ്ങിക്കുന്നു. സ്വർണം വാങ്ങിക്കുമ്പോൾ അവർ മാക്സിമം 2 ലക്ഷത്തിന് മുകളിൽ നമ്മൾ ഒരാളുടെ പേർക്ക് അവർ തരില്ല. അവർക്ക് അത്രയും കാര്യം ക്യാഷായിട്ട് നിങ്ങൾ കൊടുക്കുകയാണ്. അക്കൗണ്ട് പേ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. ക്യാഷായിട്ടാണ് നിങ്ങൾ പേ ചെയ്യുന്നതെങ്കിൽ 2 ലക്ഷത്തിന് മുകളിൽ ഒരാളുടെ പേരിൽ പേ ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. വേറൊരാളുടെ പേർക്ക് ഇപ്പം നിങ്ങൾ 2 പേര് പോകുന്നു, 3 പേര് പോകുന്നു, 3 പേരുടെ പേർക്ക് ക്യാഷായിട്ട് വാങ്ങിക്കും, ഒരാളുടെ പേർക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം അതിന് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങളുടെ പേർക്ക് ബാങ്കിൽ ക്യാഷായിട്ട് പലപ്പോഴായിട്ട് ഒരേ ദിവസം 2 ലക്ഷത്തിന് മുകളിൽ എമൗണ്ട് ഒരാൾ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യരുത്. അതും കൂടെ നോക്കിക്കോണം. അങ്ങനെ ചെയ്താൽ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് ന്യായമായി ഉണ്ടാകാവുന്ന ഒരു സംശയം UPI പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ വാലറ്റിനെ പറ്റിയാണ്. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ പേയ്മെൻറ്റ്സ്, ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പോലുള്ള ആപ്പുകളെ പറ്റി. അപ്പോൾ UPI എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. ഇത് ക്യാഷ്ലെസ് എക്കണോമി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ തുടങ്ങിയത്. ഈ UPI ട്രാൻസാക്ഷൻസ് 50,000 രൂപ വരെ ടാക്സ് എക്സംപ്റ്റഡ് ആണ്. അതിനു മുകളിൽ ഇത് ഗിഫ്റ്റായിട്ട് കണക്കാക്കി ഇൻകം ടാക്സ് ആക്ടിലെ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ഹെഡിൽ ഗിഫ്റ്റായിട്ട് കണക്കാക്കി ഇത് ചാർജബിളാണ്. എന്നാൽ ഇത് റീപേയ്മെൻറ്റ് എമൗണ്ട് ആണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത് ടാക്സബിൾ അല്ല.
ഈ ഗൂഗിൾ പേ, ഫോൺ പോലെയുള്ള ആപ്പുകൾ വഴി നിങ്ങളുടെ എംപ്ലോയറിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും എമൗണ്ട് കിട്ടുവാണെങ്കിൽ അത് 5,000 റുപ്പീസിന് 5,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അത് ഗിഫ്റ്റായിട്ട് കണക്കാക്കി അത് ടാക്സബിൾ ആയിരിക്കും. അത് സെക്ഷൻ 374 പ്രകാരം. ഇനി നമ്മൾ ഈ പറഞ്ഞ യു പി ഐ ആപ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക്, അതുപോലെ ഗിഫ്റ്റ് വൗച്ചർ എന്നൊക്കെ പറഞ്ഞ് പലതും കിട്ടാറുണ്ട്. ഇത് ഒരു വർഷം 50,000 രൂപയ്ക്ക് മുകളിൽ ആണ് കിട്ടുന്നതെങ്കിൽ അത് ടാക്സബിൾ ആണ്. ഫ്രണ്ട്സിൽ നിന്നും ഫാമിലിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗിഫ്റ്റുകളും അത് 50,000 മുകളിൽ ടാക്സബിൾ ആയിരിക്കും. അതുകൊണ്ട് യു പി ഐ വഴി ക്യാഷ് ബാക്കും അല്ലെങ്കിൽ ഗിഫ്റ്റ് വൗച്ചറൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാവുമെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 50,000 രൂപയ്ക്ക് മുകളിൽ പോകരുത് എന്നുള്ളതാണ്. അത് നിങ്ങൾ നോക്കിക്കോണം. അടുത്ത സെക്ഷൻ 40A(3) ആണ്. അപ്പം ഇതിൽ പറയുന്നത് 10,000 രൂപയ്ക്ക് മുകളിലുള്ള ക്യാഷ് കൊടുത്തുള്ള എക്സ്പെൻസിനെ പറ്റിയാണ്. അതായത് ഒരു ബിസിനസ് എക്സ്പെൻസും 10,000 രൂപയ്ക്ക് മുകളിൽ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. ഇത് മെയിനായിട്ട് ബിസിനസ്സുകാർക്കും പ്രൊഫഷണൽസിനും വേണ്ടി ഉള്ളതാണ്. അവർക്കാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത് ഇൻകം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫോർ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ (PGBP) എന്നുള്ള ഹെഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇൻകം ടാക്സ് കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഇൻകം ടാക്സ് കണക്കാക്കുന്നത് ബിസിനസ്സിൽ കിട്ടുന്ന ഇൻകത്തിൽ നിന്നും ചിലവുകൾ കുറച്ചിട്ട് ബാക്കി വരുന്ന ലാഭമാണ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ പ്രോഫിറ്റോ ലോസോ നമ്മൾ കണക്കാക്കുക. അതായത് നമ്മൾ ഇൻകത്തിൽ നിന്നും എക്സ്പെൻസ് കുറച്ച് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് ഡിപ്രിസിയേഷൻ അടക്കം വരും. ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നില്ല. വളരെ കാര്യം അത് കൂടുതൽ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സമയത്തിന് ഇത് തീരുകയില്ല. അതുകൊണ്ട് കൂടുതൽ ഡീപ്പായിട്ട് പോകാത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എക്സ്പെൻസസ് 10,000 രൂപയ്ക്ക് മുകളിൽ ക്യാഷ് ട്രാൻസാക്ഷൻ വഴി ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് എക്സ്പെൻസായിട്ട് കണക്കാക്കിയില്ല. എക്സ്പെൻസായിട്ട് കണക്കാക്കിയിട്ടെങ്കിൽ ഇൻകത്തിൽ നിന്നും എക്സ്പെൻസ് മൈനസ് ചെയ്താണ് പ്രോഫിറ്റ് വരുന്നത്. എക്സ്പെൻസായിട്ട് കണക്കാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ പറയുന്ന എമൗണ്ട് ഇൻകമായിട്ട് തന്നെ കണക്കാക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വാടക കൊടുക്കുന്നു. ആ വാടക കൊടുക്കുന്നത് 35,000 രൂപ വാടക കൊടുക്കുന്ന ക്യാഷായിട്ട് കൊടുത്തു. ക്യാഷായിട്ട് കൊടുത്താൽ 10,000 രൂപയ്ക്ക് മുകളിൽ ആയതുകൊണ്ട് അത് നിങ്ങളുടെ എക്സ്പെൻസായിട്ട് കണക്കാക്കിയില്ല. അപ്പോൾ ഈ പറഞ്ഞ 30,000 രൂപ, ഈ പറഞ്ഞ 35,000 രൂപ നിങ്ങളുടെ ഇൻകത്തിൽ തന്നെ കിടക്കും, ഇൻകത്തിൽ നിന്ന് കുറയുകയില്ല. അപ്പം ഈ പറയുന്ന 35,000 രൂപയ്ക്ക് കൂടി ഉള്ള എമൗണ്ടിന് നിങ്ങൾ ആ സമയത്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള റേറ്റ് പ്രകാരം നിങ്ങൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ബിസിനസ്സുകാരെ ബാധിക്കുന്ന വേറൊരു സെക്ഷനാണ് സെക്ഷൻ 43(1). അപ്പോൾ ഇത് മെയിനായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു മെഷീനറി വാങ്ങിക്കുന്നു. അപ്പം മെഷീനറി വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ക്യാപിറ്റൽ എക്സ്പെൻസ് വരും. ഈ ക്യാപിറ്റൽ എക്സ്പെൻസിന് വേണ്ടി 10,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ക്യാഷായിട്ട് ചെലവ് ചെയ്താൽ ആ തുക ഈ വാങ്ങിക്കുന്ന മെഷീനറി അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റിൻ്റെ മൂല്യമായിട്ട് കണക്കാക്കിയില്ല. ആ മൂല്യമായിട്ട് കണക്കാക്കിയാൽ എന്ത് പറ്റും? നിങ്ങളുടെ ആ ക്യാപിറ്റൽ അസറ്റിൻ്റെ, ആ മെഷീനറിയുടെ വില കുറച്ച് കാണിക്കാൻ പറ്റും. വില കുറച്ച് കാണിച്ചാൽ ഡിപ്രിസിയേഷൻ കുറയും. നമ്മളൊരു അസറ്റ് വാങ്ങിക്കുമ്പോൾ, ക്യാപിറ്റൽ അസറ്റ് വാങ്ങിക്കുമ്പം അതിൽ എല്ലാ കൊല്ലവും നമുക്ക് ഡിപ്രിസിയേഷൻ കിട്ടും. ആ ഡിപ്രിസിയേഷൻ കുറച്ച് അത് നമുക്ക് നമ്മുടെ കോസ്റ്റായിട്ട് കണക്കാക്കി, ഡീംഡ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കി നമ്മുടെ പ്രോഫിറ്റിൽ നമ്മുടെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാവുന്നതാണ്. അപ്പം 10,000 രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ ക്യാഷായിട്ട് കൊടുക്കുന്നതെങ്കിൽ അത് ഇതിൻ്റെ കോസ്റ്റിൽ നിന്നും അത്രയും രൂപ കുറച്ച് മാത്രമേ കാണിക്കാൻ പറ്റൂ കോസ്റ്റ്, ഈ മെഷീനറിയുടെ കോസ്റ്റ്. അപ്പം നിങ്ങൾ ഡിപ്രിസിയേഷൻ കുറയും. ഡിപ്രിസിയേഷൻ കുറയുന്നത് കൊണ്ട് അത്രയും എമൗണ്ടും കൂടി ഇൻകമായിട്ട് കയറുകയും നിങ്ങൾക്ക് അതിന് ടാക്സ് കൊടുക്കുകയും ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് ഈ പറയുന്ന പോലെ ടാക്സ് ലയബിലിറ്റി കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അഡീഷണൽ ക്യാഷ് ലയബിലിറ്റി, ടാക്സ് ലയബിലിറ്റി നമുക്ക് വരും. ഈ 10,000 രൂപയ്ക്ക് ഒരു എക്സെപ്ഷൻ ഉള്ളത് ലോജിസ്റ്റിക്സിൻ്റെ കേസിലാണ്.
നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയില്ല ഗുഡ്സ് കാരേജസിനൊക്കെ വേണ്ടി ഉള്ള തുക 35,000 രൂപ വരെ ആകാം. 10,000 എന്നുള്ള 35,000 രൂപ നമുക്ക് ചിലവാക്കാൻ പറ്റും. അതുപോലെ കാർഷിക ആവശ്യങ്ങൾക്കുള്ളത് അതിനൊക്കെ കുറച്ച് അതിനൊക്കെ എക്സെപ്ഷൻസ് നമുക്കുണ്ട്. എക്സെപ്ഷൻസ് ഉള്ളതാണ് അതിനൊക്കെ. അതൊക്കെ നമുക്ക് ചില കാര്യങ്ങൾക്ക് നമുക്ക് 10,000 രൂപയ്ക്ക് കൂടുതൽ ചിലവാക്കാം. നമ്മൾ ഇപ്പം 10,000 രൂപ എന്ന് പറയുന്ന ലിമിറ്റ് ഒരു ദിവസം ഒരു ബില്ലിലുള്ള എക്സ്പെൻസാണ്. ഇപ്പോൾ പല ബില്ലുകളുണ്ടെങ്കിൽ ഓരോ ബില്ലിലും നമുക്ക് മാക്സിമം 10,000 രൂപ വെച്ച് ചിലവ് കാണിക്കാവുന്നതാണ്. പക്ഷേ ഈ സെക്ഷൻ 269 പ്രകാരം ഉള്ള 2 ലക്ഷം എന്നുള്ള ലിമിറ്റ് ഡിഫറെൻറ്റ് ബില്ലിലാണെങ്കിലും ഒരു വ്യക്തിക്ക് 2 lakhs കൂടുതൽ കാണിക്കാൻ പറ്റുകയില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരാൾ വസ്തു വാങ്ങിക്കുന്നു, 20 lakhs വസ്തു വാങ്ങിക്കുന്നു. അപ്പം നമുക്ക് ഈ 20 lakhs വസ്തു ഒരു കാര്യത്തിന് വേണ്ടിയുള്ളതാണ്. ആ ഒരു കാര്യത്തിനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് 2 lakhs മുകളിലത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പം അത് തന്നെ പല തവണകളായിട്ട് കൊടുക്കാൻ പാടില്ല. മാക്സിമം 2 lakhs മുകളിലുള്ള ഏത് എമൗണ്ട് 2 lakhs അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം. ബാക്കിയുള്ള എമൗണ്ട് ബാങ്ക് ട്രാൻസാക്ഷൻ വഴി നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ 2 lakhs എന്നുള്ള ആ പറയുന്ന എമൗണ്ടിൽ ഇപ്പോൾ ബാങ്കുകൾക്ക്, അതുപോലെ ഗവൺമെൻറ് ട്രാൻസാക്ഷൻസ്, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്, അതുപോലെ കോപ്പറേറ്റീവ് ബാങ്കുകൾ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് എക്സെപ്ഷൻസ് ഉണ്ട്. അവർക്ക് ട്രാൻസാക്ഷൻസ് നടത്താം, ഇൻ്റർണൽ ട്രാൻസാക്ഷൻസ് നടത്താനുള്ള അനുവാദമുണ്ട്. വ്യക്തികൾക്ക് അതില്ല. ഇനി ഇതിലെ പെനാൽറ്റി എന്ന് പറയുന്നത് എത്രയാണ് എക്സസ് കിട്ടുന്നത് അത് മുഴുവൻ പെനാൽറ്റി ആയിട്ട് പിടിക്കും. ഇപ്പോൾ 2 lakhs മുകളിൽ കിട്ടിയ തുക മുഴുവൻ പെനാൽറ്റി ആവും. ഇപ്പോൾ നിങ്ങൾ 20 lakhs എന്നുള്ളത് നിങ്ങളിപ്പം 2 lakhs വെച്ച് പല ദിവസമായിട്ട് പേ ചെയ്തിട്ട് നിങ്ങൾ പറയുകയാണ് ഇത് പല ദിവസമാണ് പേ ചെയ്തത്, 2 lakhs വെച്ച് ഒരു ദിവസം ഞാൻ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇത് ടാക്സബിൾ അല്ല എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമില്ല. നിങ്ങൾ 2 lakhs കഴിഞ്ഞ് ബാക്കിയുള്ള 18 ലക്ഷവും അവർക്ക് നിങ്ങൾക്ക് പെനാൽറ്റി ആയിട്ട് പിടിക്കാം. അതായത് എത്രയാണോ എക്സസ് കിട്ടുന്നത് അത് മുഴുവൻ പെനാൽറ്റി ആയിട്ട് പിടിക്കാനുള്ള വകുപ്പ് ഇതിനകത്തുണ്ട്. ഈ പെനാൽറ്റികൾ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാതെ നോക്കാം. അപ്പോൾ ഒന്നാമത്, കഴിവതും 2 ലക്ഷത്തിൽ കൂടുതൽ ഒരു വ്യക്തിയിൽ നിന്നും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണെങ്കിൽ പോലും, പലപ്പോഴായിട്ടാണെങ്കിൽ പോലും ക്യാഷ് ആയിട്ട് വാങ്ങിക്കാതിരിക്കുക. മാക്സിമം 2 ലക്ഷം വാങ്ങിക്കാൻ പാടുള്ളൂ നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കാര്യത്തിനായിട്ട്. അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണെങ്കിൽ പോലും വാങ്ങിക്കരുത് കൂടുതൽ. പിന്നെ മാക്സിമം നമുക്ക് കഴിയുന്നിടത്തോളം ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ UPI RTGS NEFT അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ എന്തെങ്കിലും ചെയ്യുക. പിന്നെ ചെയ്യുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെയും പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ സൂക്ഷിക്കണം. വലിയ എമൗണ്ടുകൾ ക്യാഷായിട്ട് ബിസിനസ്, വെഡ്ഡിങ്, അതുപോലെ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ്, പേഴ്സണൽ ലോൺ എന്നിവയൊക്കെ സ്വീകരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യാൻ പാടുള്ളൂ. അത് ക്യാഷായിട്ട് ചെയ്യാതിരിക്കുക കഴിവതും. ഇനി ബിസിനസ്സുകാർ മനസ്സിലാക്കിയിരിക്കേണ്ട, ബിസിനസ്സുകാരും വ്യക്തികളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, പൊളിറ്റിക്കൽ പാർട്ടീസിന് നമ്മൾ കൊടുക്കുന്ന സംഭാവനകളാണ്, ഡൊണേഷൻസാണ്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട്, ഇലക്ട്രൽ ട്രസ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങൾക്ക് ഇപ്പോൾ കടക്കുന്നില്ല, നമ്മുടെ സബ്ജക്റ്റ് അതല്ല, അതുകൊണ്ട് അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്കുള്ള സംഭാവന ക്യാഷായിട്ട് കൊടുത്താൽ അതിൽ ഡിഡക്ഷൻ കിട്ടുകയില്ല. ഈ സംഭാവനകൾ സെക്ഷൻ 80GGC പ്രകാരം 100% ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. ഇത് കമ്പനികൾക്ക് ബാധകമല്ല, വ്യക്തികൾക്കും HUF, AOP, BOI, അതുപോലെ ഫേംസ്, AOP എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, BOI എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, HUF എന്ന് പറഞ്ഞാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അതുപോലെ ഫേംസ്, പാർട്ണർഷിപ്പ് ഫേംസ്, പ്രൊപ്പറേറ്റർഷിപ്പ്, ഇതിനൊക്കെ ഇത് ബാധകമാണ്. പക്ഷേ ഇതൊന്നും ഗവൺമെൻറ് ഫണ്ടഡ് ആയിരിക്കാൻ പാടില്ല.
ഇവർക്കെല്ലാമാണ് 80GGC പ്രകാരമുള്ള 100% ഡിഡക്ഷൻ കിട്ടുന്നത്. ഇത് ക്യാഷ് ആയിട്ട് കൊടുത്താൽ ഇതിന് യാതൊരു പ്രയോജനവും കിട്ടില്ല. അതുകൊണ്ട് ഇത്തരം ഡൊണേഷൻസ് അക്കൗണ്ട് വഴിയെ ബാങ്ക് അക്കൗണ്ട് വഴി കൊടുക്കാൻ പാടുള്ള നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ കമ്പനികൾക്ക് 80GGB എന്ന് പറഞ്ഞ മറ്റൊരു വകുപ്പിനകത്തുണ്ട്, മറ്റൊരു സെക്ഷനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ ലിമിറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറയുന്നു എന്താണ് സെക്ഷൻ 269 SS ആണെങ്കിൽ 20,000 വരെ പെനാൽറ്റി ഈക്വൽ എമൗണ്ട് ട്രാൻസാക്റ്റഡ് ഇൻ ക്യാഷ്. എത്ര രൂപ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു ആ എമൗണ്ട് മൊത്തം അവർക്ക് പിടിച്ചുകൊണ്ട് പോകാം. 269 TS പ്രകാരമാണ്, ST പ്രകാരമാണെങ്കിൽ അത് സെയിം ആണ്, ഈക്വൽ എമൗണ്ട് ട്രാൻസാക്റ്റഡ് ഇൻ ക്യാഷ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി 40A3 ആണെങ്കിൽ പേയ്മെൻറ്റ് റെസിപ്റ്റ്സ് ഫോർ സെയിൽ. അപ്പോൾ 10,000 പെർ ഡേ ട്രാൻസാക്ഷൻ, അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല, അതിൽ കൂടുതൽ ഡിസലൗഡ് ആണ്. ഇനി 269 ST പ്രകാരമാണെങ്കിൽ പേയ്മെൻറ്റ് റെസിപ്റ്റ് ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് സർവീസ് ക്യാഷ്, നമുക്ക് 2 lakhs മുകളിൽ ക്യാഷ് വാങ്ങിക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് കിട്ടാവുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഏതൊക്കെ രീതിയിൽ പണി കിട്ടാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, അതാണ് നോക്കാം. ഒന്ന് എന്താണ്, 10 ലക്ഷത്തിലോ അതിലധികമോ നമുക്ക് ഒന്നോ അതിലധികമോ അക്കൗണ്ട് വഴി ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ. 2 ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസേജ് 2 lakhs മുകളിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുവാണെങ്കിൽ. പിന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 2 lakhs മുകളിൽ ചെയ്യുവാണെങ്കിൽ അതിനാകാം. പിന്നെ നമ്മൾ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ബോൺസോ ഡിബഞ്ചേഴ്സോ എല്ലാം 5 lakhs മുകളിൽ നമ്മൾ ഒരു കൊല്ലം വാങ്ങിക്കുവാണെങ്കിൽ അത് ഇൻകം ടാക്സിൻ്റെ ശ്രദ്ധ ആകർഷിക്കാം. ഇനി പ്രോപ്പർട്ടി വിൽക്കുകയോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ 30 lakhs മുകളിൽ 30 lakhs വരെ അതിന് മുകളിൽ നിങ്ങൾ വസ്തു വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുവാണെങ്കിൽ അത്. പിന്നെ നമുക്ക് TDS എമൗണ്ടിലുള്ള ചില വ്യത്യാസങ്ങൾ കാരണം, അപ്പോൾ നമ്മൾ TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്, അത് പല സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാങ്കുകൾ ചെയ്യുമ്പോൾ ബാങ്കുകൾ തന്നെ ഇപ്പം നമ്മുടെ ഡെപ്പോസിറ്റുകളിൽ വരുന്ന ഇൻട്രസ്റ്റിൻ്റെ ഒക്കെ മുകളിൽ 10% പിടിക്കുകയുള്ളൂ. കാര്യം ബാങ്കിന് അറിഞ്ഞുകൂടുള്ള നമുക്ക് എത്ര ടാക്സ് വരും, നമ്മുടെ ലിമിറ്റ് എത്ര പോകും, നമ്മൾ ഏത് ടാക്സ് അതിനകത്ത് വരും, 30% വരുമോ 20% വരുമോ, അത് ബാങ്കിന് അറിയില്ല. ബാങ്കിന് അറിയാത്തതുകൊണ്ട് ബാങ്ക് 10% പിടിക്കും. ബാക്കി നമ്മൾ കണക്കാക്കി നമ്മൾ ഈ പറഞ്ഞ ടാക്സ് അടയ്ക്കേണ്ടി വരും. എത്രയാണോ വരുന്നത് കണക്കാക്കി ബാക്കിയുള്ള എമൗണ്ടിന് ടാക്സ് നമ്മൾ അടയ്ക്കണം. അപ്പോൾ അത് ബാങ്ക് കൊടുക്കുന്ന കണക്കും നമ്മൾ കൊടുക്കുന്ന കണക്കും തമ്മിൽ ടാലി ആകുന്നില്ല. TDS ഇത് നമ്മൾ സാലറിയിൽ നിന്ന് TDS പിടിക്കുന്നുണ്ട്. അപ്പോൾ അതും തമ്മിൽ ടാലി ആവുന്നില്ല. നിങ്ങൾ TDS പിടിച്ചത് ഇതുമായിട്ട് TDS പിടിച്ച് നിങ്ങൾ കൊടുക്കുന്ന കണക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള കണക്ക് തമ്മിൽ ടാലി ആവുന്നില്ലെങ്കിൽ ഈ ഇഷ്യൂ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെയോ മറ്റൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കാതിരുന്നാൽ, പിന്നെ തെറ്റായിട്ടുള്ള സെക്ഷൻസ് വഴി നിങ്ങൾ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്താൽ, പൂർണ്ണമായിട്ടുള്ളതല്ലാത്ത വിവരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ എക്സസ് റീഫണ്ട് ക്ലെയിം ചെയ്താൽ, ഇനി ടാക്സ് റിട്ടേൺസേ ഫയൽ ചെയ്തില്ല എങ്കിൽ, അപ്പോൾ ഒരു വ്യക്തികൾക്ക് ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട അറിയാമല്ലോ, ജൂലൈ 31 കമ്പനികൾക്കും മറ്റും ഓഡിറ്റിംഗ് ഉള്ള കമ്പനികൾക്കും മറ്റുമാണെങ്കിൽ അത് ഒക്ടോബർ 31. പിന്നെ നിങ്ങളുടെ സ്പൗസിൻ്റെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ ഒക്കെ പേരിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഹൈ വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഒരു 50,000 മുകളിൽ എമൗണ്ട് ഒരു ദിവസം ട്രാൻസാക്ഷൻ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയോ പിൻവലിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ ക്യാഷ് ഡെപ്പോസിറ്റും വിഡ്രോവലും എല്ലാം കൂടെ കൂടി 10 ലക്ഷത്തിന് മുകളിൽ പോവുകയാണെങ്കിൽ, ഒരു വർഷം പോവുകയാണെങ്കിൽ, അതുപോലെ സെക്ഷൻ 269 STയുടെ വയലേഷൻ നമ്മൾ പറഞ്ഞല്ലോ, അത്
2 lakhs മുകളിൽ ക്യാഷ് ഡെപ്പോസിറ്റ് സ്വീകരിച്ചാൽ അങ്ങനെയുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നോട്ടീസ് അയക്കാം. ഈ സെക്ഷൻ 269 SS വയലേഷൻ, അതായത് ഒരു ദിവസം ലോണായിട്ടോ ഡെപ്പോസിറ്റ് ആയോ മറ്റോ 20,000 മുകളിൽ വാങ്ങിയിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടുകയാണെങ്കിൽ, പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഇൻകം ടാക്സ് റിട്ടേൺസിൽ വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ബാങ്കുകളും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും മറ്റും കൊടുക്കുന്ന വിവരങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ, ഈ ബാങ്കുകൾക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഈ വലിയ എമൗണ്ടുകളുടെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവരുടെ ആനുവൽ ഇൻഫർമേഷൻ റിപ്പോർട്ട് AIR പ്രകാരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ, ബാങ്കുകൾ കൊടുക്കുന്ന വിവരങ്ങൾ ഒരു ടാലി ആവണം. അത് ടാലി ആവുന്നില്ലെങ്കിൽ അവർക്ക് നോട്ടീസ് അയക്കാവുന്നതാണ്. ഇനി ചില സംശയകരമായ ഇടപാടുകൾ, എന്തെങ്കിലും കാരണം വെച്ച് സംശയം ഉളവാക്കുന്ന ഇടപാടുകൾ നടക്കുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യാം. പിന്നെ വ്യക്തികളും സ്ഥാപനങ്ങളും നടത്തുന്ന ചില വലിയ പണമിടപാടുകൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ നടത്തുകയാണെങ്കിൽ അതിനെപ്പറ്റി നോട്ടീസ് അയക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ചെയ്യുകയാണെന്ന് അവർക്ക് തോന്നുവാണെങ്കിൽ അതിന് നോട്ടീസ് അയക്കാം. അതുപോലെ നമ്മൾ SB അക്കൗണ്ട് ഒരു ഡെപ്പോസിറ്റ് ഒരു 10 ലക്ഷമോ ഇല്ലെങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ഒരു 50 lakhs ഇല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റോ റെക്കറൻറ്റ് ഡെപ്പോസിറ്റൊക്കെ ഒരു 10 lakhs ഒക്കെ വരുവാണെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടെങ്കിൽ അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഈ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് കാണിക്കാൻ പ്രത്യേക കോളമൊന്നും തന്നിട്ടില്ല. പക്ഷേ അവ നിങ്ങളുടെ ഇൻകത്തിൽ വന്നില്ലെങ്കിൽ SMS അലേർട്ടോ മെയിലോ ഒക്കെ നിങ്ങൾക്ക് വരാം. അപ്പോൾ തന്നെ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ കയറി ഇൻകം ടാക്സ് കംപ്ലയൻസ് പോർട്ടൽ അതിൽ കയറി അതിന് റെസ്പോണ്ട് ചെയ്യേണ്ടതാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ഇതുണ്ട്. അതിൽ നമ്മൾ എത്ര രൂപ എന്ത് കാര്യത്തിന് ആർക്ക് കൊടുത്തു എന്നുള്ളത് അതിൽ വ്യക്തമാക്കേണ്ടതാണ്. അതങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം 500 രൂപ വെച്ച് ഫൈൻ വരാവുന്നതാണ്. സെക്ഷൻ 271 FA പ്രകാരം ചെയ്യാവുന്നതാണ് അവർക്ക് വേണമെങ്കിൽ. ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടിയാലും അപ്പോൾ തന്നെ അതിന് റെസ്പോണ്ട് ചെയ്യേണ്ടതാണ്. അതാണ് ഉചിതം. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ തട്ടം മാനഹാനി എല്ലാം സംഭവിക്കാം. ആവശ്യമെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസിൽ നേരിട്ട് പോയി കാര്യങ്ങൾ തിരക്കാവുന്നതാണ്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ഈ നിയമങ്ങളെല്ലാം, ഈ പ്രൊവിഷൻസ് എല്ലാം വെച്ചിരിക്കുന്നത് ബാങ്കിലോടുള്ള പണമിടപാട് പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ കള്ളനോട്ടിൻ്റെ വ്യാപനം തടയുക എന്നുള്ളതാണ്, കള്ളപ്പണം തടയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. കള്ളനോട്ടല്ല, കള്ളപ്പണം തടയുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മളിതെല്ലാം ഈ സെക്ഷൻസ് എല്ലാം പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഒരു ബിസിനസ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ തുകകൾ കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങളുണ്ടാകും. അപ്പം CA ഇതെല്ലാം പറഞ്ഞു തരുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മൾ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഒരു പറയുന്നല്ലാതെ നിങ്ങളെ വിളിച്ചിരുത്തി വിശദമായിട്ട് ഈ പറയുന്നതൊന്നും പറഞ്ഞു തരണമെന്ന് നിർബന്ധമില്ല. അപ്പം നമ്മൾ തന്നെ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ സാധാരണ പറയാറുള്ള പോലെ ഇഗ്നറൻസ് ഓഫ് ലോ എന്ന് പറയുന്നൊരു ഈ പറയുന്ന എക്സ്ക്യൂസ് അല്ല. അത് നമ്മൾ ഒരു കോടതി പോയാലും അത് ചിലപ്പോൾ പോകത്തില്ല. നമുക്ക് നിയമം അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഇത്തരം ഞാൻ ഈ സെക്ഷൻസൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇൻകം ടാക്സിൻ്റെ സൈറ്റിലോ ഇല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയാൽ ഇതിൻ്റെ പറ്റി വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഒന്നുകൂടി ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല, ലാഭം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഡിസിഷൻസ് കിട്ടുമെന്നും എന്തൊക്കെ ചെയ്താൽ കിട്ടുകയില്ലെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വ്യക്തിപരമായിട്ടും ഞാൻ നേരത്തെ ഇതിനകത്ത് പറഞ്ഞു 10,000 രൂപ വരെയുള്ള ട്രാൻസാക്ഷൻസിന് ബിസിനസ്സുകാർക്ക് നഷ്ടങ്ങളുണ്ടാകും. വ്യക്തികൾക്ക് 20,000 അതിന് മുകളിലൊക്കെയാണ് നഷ്ടങ്ങളുണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ഈ പറയുന്ന നോട്ടീസ് കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി ചെയ്യേണ്ടതാണ്. വളരെ സൂക്ഷിച്ച് വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. താങ്ക് യു.